ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിലെ EVS പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് ടേം എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പച്ചക്കറികൾ പെടുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ്? പാവയ്ക്ക, കുമ്പളം, തക്കാളി, ക്യാബേജ്, ബീട്രൂട്ട്, വെണ്ടയ്ക്ക, ബീൻസ്, വെള്ളരി, ക്യാരറ്റ്, വഴുതനങ്ങ, പയർ, മത്തൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കറികൾ തന്നാൽ, പച്ചക്കറികളും പഴങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നാൽ അതിൽ നിന്നും പച്ചക്കറികൾ വേർതിരിച്ച് എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലേ. ഇനി പഴങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ പഴങ്ങൾ എന്ന് പറഞ്ഞിട്ട് പദസൂര്യന് നിർമ്മിക്കാനൊക്കെ വരും. അപ്പോൾ പഴങ്ങൾ ഏതൊക്കെയാണ്? മുന്തിരി, പപ്പായ, ചിക്കു, തണ്ണിമത്തൻ, ഓറഞ്ച്, മുസമ്പി, പേരയ്ക്ക, മാമ്പഴം, പൈനാപ്പിൾ, ചക്ക, ആപ്പിൾ, ബട്ടർ അല്ലേ. ഇതൊക്കെ പഴങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നാൽ അതിൽ നിന്നും പഴങ്ങളെന്നും പച്ചക്കറികളെന്നും തരം തിരിച്ച് എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന മറ്റെന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്കറിയാം? മുട്ട, പാൽ, മത്സ്യം, മാംസം ഇവയൊക്കെ നമുക്ക് ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവയാണ്. അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഇടിയപ്പം, ദോശ, ചോറ്, ഇഡലി, പുട്ട്, അപ്പം അല്ലേ. ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളോ? പൂരി, ചപ്പാത്തി, പുട്ട്, പായസം, ദോശ, കഞ്ഞി. ചെറുധാന്യങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നവ ഏതൊക്കെയാണ്? അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളാണ് നാം ആഹാരത്തിൽ മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ മറ്റെന്തെല്ലാം ധാന്യങ്ങളാണുള്ളത്? ചോളം, രാഗി, ചാമ, തിന. ഇനി ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണ്? കമ്പം, എള്ള്, വരക്, കൂവരക്, കവടപ്പുല്ല് ഇതൊക്കെയാണ്. ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇവിടെ അടയാള വിളക്കുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഓരോ നിറവും ചിഹ്നവും സൂചിപ്പിക്കുന്നത് എന്താണ് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ചുവപ്പ് എന്താണ്? വാഹനം നിർത്തുക. മഞ്ഞ വാഹനം എടുക്കാൻ തയ്യാറാക്കുക. പച്ച വാഹനം മുന്നോട്ട് എടുക്കുക. പിന്നെ ചുവപ്പ് നിർത്തുക, പച്ച മുന്നോട്ട് പോകുക. ഇവിടെ കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ റോട്ടിൽ ഇറങ്ങിയാൽ കാണുന്ന സിമ്പിൾസാണിത്. ഫസ്റ്റ് എന്താണ്? ഹോസ്പിറ്റൽ അടുത്തുണ്ട്. രണ്ടാമത്തേതാണ് എന്താണ്? ഒരു കുട്ടി ബാഗൊക്കെ ഇട്ട് ഓടുന്നതാണ് അല്ലേ. സ്കൂൾ സോണാണ്, സ്കൂൾ അടുത്തുണ്ട്. പിന്നെ ഹോണിൻ്റെ മേലെ റെഡ് ബാനാണ് അല്ലേ. അപ്പോൾ ഹോൺ അടിക്കരുത്. പീൻ്റെ മേലെ റെഡ് ബാൻ കിട്ടിയതോ? പാർക്കിംഗ് ചെയ്യരുത്, വാഹനം ഇവിടെ നിർത്തിയിടരുത്. അപ്പോൾ വാഹനം നിർത്തിയിടരുത്, ഹോൺ അടിക്കരുത്, സ്കൂൾ അടുത്തുണ്ട്, ഹോസ്പിറ്റൽ അല്ലേ. ഇനിയും ഒരുപാട് സിമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി വെച്ച് പോവാട്ടോ. ഇവിടെ നമുക്കെന്താ സിമ്പിൾസും അതെന്താണ് സൂചിപ്പിക്കുന്നതെന്നും തന്നിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിവിടെ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾസ് മാച്ച് ചെയ്യാനൊക്കെ പഠിച്ചു വെച്ച് പോവാട്ടോ. ഇനി സീബ്ര വരകൾ എന്തിനുള്ളതാണ്? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ളതാണ് സീബ്ര വരകൾ. ഇനി വേവിച്ച് കഴിക്കുന്നവ, വേവിക്കാതെ കഴിക്കുന്നവ, വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വേർതിരിച്ചെഴുതാൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അത് പട്ടികപ്പെടുത്താൻ പഠിക്കണം. അരി, മാംസം, മത്സ്യം, ചേന, ചേമ്പ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, പയർ, ക്യാബേജ്, കൂർക്ക ഇവയെല്ലാം വേവിച്ച് കഴിക്കുന്നവയാണ്. വേവിക്കാതെ കഴിക്കുന്നവയെ ചാമ്പക്ക, പേരയ്ക്ക, ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ, ആപ്പിൾ, കക്കേരിക്ക, നെല്ലിക്ക. ഇനി വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്നവയാണ് ക്യാരറ്റ്, പപ്പായ, ചക്ക, മാങ്ങ, വെണ്ടയ്ക്ക, പൈനാപ്പിൾ, തക്കാളി, സവാള. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. അക്ഷരത്തെറ്റില്ലാതെ എല്ലാവരും എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ മാർക്കും ലഭിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഓൾ ദ ബെസ്റ്റ്.